1 ദിനവൃത്താന്തം അദ്ധ്യായം 1. ആദം മുതൽ അബ്രാഹാം വരെ. ആദം, സേത്, എനോഷ്, കേനാൻ, മഹലാലേൽ, യാരേദ്, ഹെനോക്ക്, മെത്തൂസലഹ്, ലാമെഖ്, നോഹ, ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാഥായ്, യാവാൻ, തൂബാൽ, മെഷാഖ്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ്, ദീഫത്ത്, തോഗർമാം. യാവാൻ്റെ പുത്രന്മാർ എലീഷാം, താർഷിഷ്, കിത്തീം, റോധാനീം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പൂത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബാം, ഹവിലാം, സപ്താം, റാമാം, സപ്തഖാം. റാമായുടെ പുത്രന്മാർ ഷേബാം, ദദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദീം, അനാമീം, ലാഹാബിം, നഫ്തൂഹിം, പത്രൂസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിം ആണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാൻ്റെ ആദിജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹാമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേദർ, മെഷാഖ് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പെലേഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യാറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ലാം, യേബാൽ, അബിമായേൽ, ഷേബാം, ഓഫീർ, ഹവിലാം, യോബാബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പെലേഗ്, റാവും, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര. ഇസ്മായേലിൻ്റെ ആദിജാതൻ നെബായോദ്, ഖേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മാം, ഭൂമാം, മാസാം, ഹാദാദ്, തേമാം, യാത്തൂർ, നഫീഷ്, ഖേദേമാം. ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷേബാം, ദദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫാം, ഏഫേർ, ഹനോക്ക്, അബീദാം, എൽദാം. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ യേസാവ്, ഇസ്രായേൽ,
ഏസാവിൻ്റെ പുത്രന്മാർ എലീഫാസ്, റാവുവേൽ, യാവൂഷ്, യാലാം, കോരഹ്. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്നാം, അംലേഖ്. റാവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മാം, മിസ്സാം. സെയീറിൻ്റെ പുത്രന്മാർ ലോഥാൻ, ഷോബാൽ, സെബയോൻ, ആനാം, ദീഷാൻ, യേസാർ, ദീഷാൻ. ലോതാൻ്റെ പുത്രന്മാർ ഹോറീം, ഹോമാം. ലോതാൻ്റെ സഹോദരിയാണ് തിമ്നാം. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യാം, ആനാം. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, യഷ്ബാൻ, യിത്രാൻ, കെറാൻ. യേസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജ്യഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിൻ്റെ മകൻ ബേലാം. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രാക്കാരനായ സേറഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിൻ്റെ മരണത്തിനു ശേഷം ബാദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിത് പട്ടണക്കാരനായ ഇവൻ മോവാബ് ദേശത്ത് വച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലയ്ക്കു ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റാഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ ഫായ് പട്ടണത്തിൽ നിന്നുള്ള ഹാദാദ് രാജാവായി. മെസഹാബിൻ്റെ പൗത്രിയും മാത്രേദിൻ്റെ പുത്രിയുമായ മെഹത്താബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഹദാദിൻ്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്നാം, അലിയാം, യാദേത്ത്, ഓഹോലിബാമാം, യേലാം, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖന്മാരായിരുന്നു. കർത്താവിൻ്റെ വചനം.